ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ദൈവം ഇവിടെ ഒന്നിച്ചു കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് രുചിച്ചറിയും. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിനെന്ന് സങ്കീർത്തനം 34:8 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം രുചിച്ചറിയുകയാണ്. ദൈവസ്നേഹം കൊണ്ട് നാം നിറയുകയാണ്. യേശു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16:26 വാക്യം. ഈ വചനം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി വലിയ വിശുദ്ധനാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പലപ്പോഴും ഫ്രാൻസിസ് സേവിയറിനെ കണ്ടപ്പോൾ ഈ വചനം ആവർത്തിച്ച് പറയുവാൻ തുടങ്ങി. ഫ്രാൻസിസ് സേവിയർ ആവട്ടെ നല്ലവണ്ണം പഠിച്ചുയർന്ന് നല്ല ജോലി കരസ്ഥമാക്കുവാൻ വേണ്ടി അധ്വാനിച്ച് പഠിച്ചു, നല്ല ജോലി കിട്ടി, ലോകത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന്. പക്ഷേ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ പ്രത്യേക വിളിയുള്ള ഒരു വ്യക്തിയാണെന്ന്. അതിനാൽ ആവർത്തിച്ച് ഈ വചനം പറഞ്ഞു, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? പലവട്ടം ഈ വചനം കേട്ട വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇത് മനസ്സിലാക്കി സ്വന്തം ആത്മാവിന്റെ വില, ഒരു ലോകത്തെമ്പാടുള്ള മനുഷ്യമക്കളുടെ ആത്മാക്കളുടെ വില എത്ര വലുതാണ് എന്ന്. ഉടൻ ജോലി ഉപേക്ഷിക്കുന്നു. ആത്മാവ് വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനത്തോട് സഹകരിച്ച് ജോലി ഉപേക്ഷിച്ചു. ഒരു വൈദികനായി, വചന പ്രഘോഷകനായി ലോകത്ത് വിവിധ സ്ഥലത്ത് പോയി വചനം പ്രഘോഷിച്ച് അനേകരെ ദൈവത്തിന് വേണ്ടി നേടി. അവസാനം ചൈനയിലും ഇന്ത്യയിലും വന്ന് വചനം പ്രഘോഷിച്ച് ഇതാ ഇന്ത്യയില് രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന നിലയിൽ വലിയ വിശുദ്ധനായി ഇന്ന് നാം ആദരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ. നമുക്കെല്ലാവർക്കും വിശുദ്ധരാകുവാൻ വലിയ എളുപ്പമാണ് ഏതെങ്കിലും ഒരു വചനത്താല് നാം വീണ്ടും ജനിക്കപ്പെടുമ്പോൾ. അതിനാൽ വലിയ ദാഹത്തോടെ വചനം ശ്രവിക്കുവാൻ ഒരുങ്ങുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ദിവ്യബലിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകും. അല്പസമയം കൂടി ബഹുമാനോട് മാതൃകായ്ക്കും പ്രവചനം തുടരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise the Lord. Thank you, Jesus. Hallelujah. മരിച്ച് ശരീരം വിട്ടുപോയ ലാസറിന്റെ ആത്മാവിനോട് കർത്താവ് പറഞ്ഞു, ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ചുപോയതിന്റെ ആത്മാവ് തിരിച്ചു വന്ന് ആ ശരീരത്തിൽ പ്രവേശിച്ചു. ലാസർ ജീവനുള്ളവനായിത്തീരുന്നു. യേശുവിന് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുണ്ട്. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ ജീവനോടെ ഇരിക്കാൻ കാര്യം എന്താ? എന്ത് വകുപ്പനുസരിച്ചാ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിന്റെ കാര്യം എന്നാ? ഇപ്പൊ അമേരിക്കയിൽ വന്നിട്ട് 5-10 കൊല്ലമായി നഴ്സിംഗ് പഠിച്ചു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേ ജോലി ചെയ്യുന്നു, കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നു. ഏത് വകുപ്പനുസരിച്ചാ? ജീവിക്കാനുള്ള വകുപ്പ് എവിടുന്ന് കിട്ടി? ദൈവം ആഗ്രഹിച്ചു, അത് മാത്രം. യേശു ആഗ്രഹിച്ചു നമ്മൾ ജീവിക്കണം, നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണം. ദൈവത്തിന്റെ ആഗ്രഹമാണ്. നമുക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആണോ? നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണോ? അല്ല, ദൈവത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴി ഉണ്ടായി, അവന് വേണ്ടി ഉണ്ടായി. കൊളോസസ് 1:16. പലർക്കും ബൈബിളിലെ വചനങ്ങള് കേട്ടത് മറന്നു പോകാനുള്ള വരവാണ്, ഓർത്തിരിക്കാനുള്ള വരവല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. കണക്ക് ചോദിക്കുന്ന സമയം വരും. വചനം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചോ, കുറിച്ചെടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയം വരും. പ്രൈസ് ദി ലോർഡ്. ഞാനായിരിക്കില്ല നിങ്ങളെ വിധിക്കുന്നത്, നിങ്ങൾ കേട്ട വചനമായിരിക്കും നിങ്ങളെ വിധിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ബ്ലഡ് ക്യാൻസർ കൊണ്ട് മരിക്കാൻ കിടക്കാം. ബ്ലഡ് ക്യാൻസർ അതിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സ് ബെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് പറഞ്ഞു, പിന്നെ കാരണവന്മാരുടെ വീട്ടിൽ പോയി കിടന്ന് മരിച്ചോട്ടെ, ഞങ്ങളുടെ മരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അവന്റെ പേര് ഷാംസുദ്ദീൻ എന്നായിരുന്നു.
ഷാംസുദ്ദീൻ ഒരു ധനവാനായ മുസ്ലിമിന്റെ ഇളയ മകനാണ്. ഇവനെ ക്രിസ്ത്യൻ മദ്രാസിലുള്ള ഒരു ക്രിസ്തീയ കോളേജിലാണ് പഠിക്കാൻ വിട്ടത്. അവന്റെ റൂംമേറ്റ് ആയിട്ട് കിട്ടിയത് ഒരു ക്രിസ്ത്യാനി ചെറുക്കനെയാണ്. ആ ക്രിസ്ത്യാനി ചെറുക്കൻ ഇവനെ കള്ളു കുടിക്കാനും എല്ലാ തമ്മടത്തിലും പഠിപ്പിച്ചു റൂംമേറ്റ്. അപ്പോ ഇവൻ വെക്കേഷന് വീട്ടിൽ ചെന്നപ്പോ ഇവന് അപ്പന്റെ കാറ് എടുത്തുനിന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം സിറ്റി കൂടെ പോയി. പെട്ടെന്ന് മൂക്കിൽ കൂടെ രക്തം വരുന്നു, ശരീരം മുഴുവൻ വേർക്കുന്നു. തിരിച്ചു വന്നു, ഉടനെ കാട് തിരിച്ചോടിച്ച് തിരിച്ചു വന്നു. ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ഏറ്റവും നല്ല ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവര് പറഞ്ഞു ഇതിന് രക്ഷയൊന്നുമില്ല, വീട്ടിൽ പോയി കിടന്ന് മരിച്ചോട്ടെ. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഇവന്റെ വീട്ടില് എല്ലാ ദിവസവും ട്യൂഷൻ എടുക്കാൻ വരുന്ന ഒരു അമ്മിണി ടീച്ചർ ഉണ്ടായിരുന്നു. അമ്മിണി ടീച്ചർ ഇവന്റെ മുറിയിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ച് കൈകൂപ്പി തല കുനിച്ച് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് പോകും. ഒരു ദിവസം അവൻ ചോദിച്ചു, എന്താ എല്ലാ ദിവസവും ഇങ്ങനെ കാണിക്കുന്ന ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ഭാരം തോന്നുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നെന്ന് പ്രാർത്ഥിക്കുന്നത്. ആ ഭാരം ആര് കൊടുക്കുന്ന ഭാരമായിരിക്കും? പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാരമാണ്. ഒരു ദിവസം അവള് ഒരു സമ്പൂർണ്ണ ബൈബിള് ഇവന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു. ഇവൻ തുറന്നു നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിളാണ്. ആ ക്രിസ്ത്യാനികളുടെ ബൈബിള് വായിക്കുന്ന മുസ്ലിമിന് പാപമാണ്. അതോടെ അവനതെടുത്ത് ദൂരോട്ട് വലിച്ചെടുത്തു. അതിങ്ങനെ തുറന്നു വീട് കിടന്നു. ആ ടീച്ചർ അത് എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ജിജ്ഞാസ, ഇതൊന്ന് നോക്കണമെന്ന്. അവൻ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് കുനിഞ്ഞ് ആ ബൈബിള് തുറന്നു കിടക്കുന്ന ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അവൻ ആദ്യം കാണുന്ന വാചകം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15:26. ഐ ആം ദ ഗോഡ് ഹു ഹീൽസ് യു. എക്സോഡസ് 15:26. ഇതാണ് അവൻ വായിക്കുന്നത്. പെട്ടെന്ന് കറണ്ട് അടിക്കുന്ന പോലെ ഒരു ശക്തി അവനിലേക്ക് വരുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെ വെച്ച് അവൻ തീരുമാനിച്ചു, ഇനി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബൈബിളിലെ ദൈവത്തോടെ പ്രാർത്ഥിക്കുള്ളൂ. അതുവരെ മുസ്ലിംകളുടെ പഠിപ്പിച്ച ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്നാൽ ഇനി ബൈബിളിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 12 ദിവസം ഇവൻ പ്രാർത്ഥിച്ചു. സൂക്കേട് കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പൊ അവൻ ഒരു തീരുമാനം എടുത്തു. 3 നില കെട്ടിട അപ്പന്റെ ബംഗ്ലാവ്. അതിൽ മോളിൽ കയറി താഴോട്ട് ചാടി ചാകുക. അതാര് കൊടുക്കുന്ന തീരുമാനം, ആലോചനയാണ്? പരിശുദ്ധാത്മാവാണോ സാത്താനാണോ? മനസ്സിലാക്കണം. ഇതുകൊണ്ട് വേണ്ടാതീരങ്ങളൊക്കെ തരുന്ന പാർട്ടിയാണ് സാത്താൻ. അപ്പൊ തലയിൽ കൂടെ വരുന്നതെല്ലാം വിശ്വസിച്ചേക്കരുത്. നമ്മുടെ തലയിലാണെങ്കിലും ഇവന് കയറി വരാം. പാപം ഉള്ളിടത്ത് ഇവൻ കയറി വരും. പാപം ഉണ്ടെങ്കിൽ പിശാച് അവിടെ കയറിയിരിക്കും, എന്നിട്ട് ദുഷ്പ്രേരണ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ തലയിൽ കൂടെ വരുന്നതാണെങ്കിലും വിശ്വസിച്ചേക്കരുത്. ഹൃദയത്തിൽ കൂടെ വരുന്നത് വിശ്വസിക്കാമെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർമോസ്റ്റ് സെൽഫ്, അത് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ടത് ഹൃദയത്തോടാണ്. ഏതായാലും ഇവൻ അപ്പനും അമ്മയും കാണാത്ത സമയം നോക്കി അവന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ വിഷമിച്ച് വളരെ വേദനിച്ച് ഇങ്ങനെ കോണിപ്പടി കയറി 3-ാം നിലയുടെ മുകളിൽ ചെന്ന് ജനൽ കവിച്ച് കിടന്ന് പാരപ്പറ്റിൽ നിന്ന് താഴോട്ട് ചാടുകയാണ്. താഴോട്ട് ചാടാനായിട്ട് ഓങ്ങുമ്പോൾ ആരോ വന്ന് ഒരുത്തെ പിടിക്കുന്നു. അവന്റെ പേര് വിളിക്കുന്ന സ്വരം കേട്ടു, ഷാംസു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. എന്താ കളിയെന്നവർ മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പം വീണ്ടും താഴോട്ട് ചാടാനായിട്ട് ശ്രമിച്ചു. ആരോ വന്ന് വീണ്ടും ഒരത്തെ കൈവിടുന്നു. എന്നിട്ട് അതേ ശബ്ദം അവന്റെ പേര് വീണ്ടും വിളിക്കുന്നു, ഷാംസു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക. 2-ാമത്തെ പ്രാവശ്യമായി കഴിഞ്ഞപ്പം നോക്കുമ്പോൾ ആരുമില്ല. എന്താ വല്ല മാനസിക രോഗമാണോ, മനസ്സ് വിഭ്രാന്തിയാണോ? സ്വരം ശബ്ദം കേൾക്കുക, പിന്നെ ആരെ കാണുന്നില്ല. അവന് ശരീരത്തിലൊക്കെ പിച്ച് വേദനിപ്പിക്കാൻ നോക്കി. വേദനിക്കുന്നുണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പം ഇത് വെറും തോന്നലല്ല, അവന് സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അവന് പിന്നെ ശാന്തരിങ്ങനെ നിന്നു. അതിനുശേഷം അവൻ വീണ്ടും 3-ാമത് ചാടാനായിട്ട് ശ്രമിച്ചു. അന്നേരം ആരോ ഒരുത്തെ കൊണ്ടുവന്ന് കൈവെക്കുന്നു. അവനെ